ഞങ്ങൾ നേരെ ഇറങ്ങാം കേട്ടോ. നേരെ നമ്മുടെ കാറ് വന്നു. നമ്മുടെ പഴയ നൂറാൻ നമ്മുടെ ഫസ്റ്റ് ഡ്രൈവറാണ് പുള്ളിനെ വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ വണ്ടി കയറാനുള്ള പരിപാടിയാണ്. കണ്ടോ എല്ലാവരും കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ അതെ ഞങ്ങൾ വണ്ടിയുടെ അകത്താണ്. ഞങ്ങളെല്ലാവരും വണ്ടിയുടെ അകത്ത് കയറി. ഇന്ന് കറക്റ്റ് ടൈമിലാണ് നൂറാൻ വന്നത്. പക്ഷേ ഞങ്ങളൊരു 5 മിനിറ്റ് ലേറ്റായി. പക്ഷേ കുഴപ്പമൊന്നുമില്ല. നമ്മളിന്നിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. എന്തൊക്കെ സ്ഥലങ്ങളൊന്നുമല്ല നമ്മൾ നേരെ പരിചയപ്പെടുത്താൻ. നമ്മൾ നേരത്തെ പോകുന്ന വഴിയായിട്ട് കാണുന്നതുണ്ടോ. ഇപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടാണ് ഈ കാണുന്നത്. ഇതുണ്ടോ. ഇവരെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവർ ഫുൾ ടൈം ഫോണിലായിരിക്കും. അങ്ങനെ പ്രത്യേകത ഉണ്ട് ഇവർക്ക്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ബ്രദറും അതെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇവർ ഫുൾ ടൈം ഫോണിലാണ്. ഇവരിങ്ങനെ ഓരോരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കൊന്നും മനസ്സിലാവില്ല. അവരവരുടെ ഭാഷയിലാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇതുണ്ടോ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കട്ടെ. നേരെ ഫ്രണ്ടിലേക്കുള്ള ചെറിയൊരു ബ്ലോക്ക് സിഗ്നലാണ്. അതുപോലെ തന്നെ രാവിലെ ഏതാണ്ട് ഒരു 11 മണി വരെ ഭയങ്കര ട്രാഫിക് ആയിരിക്കും. വൈകിട്ടാണെങ്കിലും ഒരു 3 മണി 4 മണിക്ക് ശേഷം ഭയങ്കര ട്രാഫിക് ആയിരിക്കും. അപ്പോൾ ഭയങ്കര ട്രാഫിക് എന്ന് പറഞ്ഞാൽ നമ്മളവിടുത്തെ പോലെയുള്ള ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എങ്കിലും ചെറിയൊരു ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ ഇതുണ്ടോ നമ്മുടെ നൂറാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണിച്ചു. പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം പുള്ളിക്കാരൻ്റെ ഫേസൊക്കെ നമ്മളടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പുള്ളിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. പുള്ളി സബ്സ്ക്രൈബ് ചെയ്തു. കയറ്റിയിരിക്കുന്ന ലോഡ് നോക്കി എന്തൊക്കെ സാധനങ്ങളാന്ന് നോക്കി. എൻ്റെ പൊന്നോ ഇത് നോക്കി പൈപ്പ് എല്ലാ സാധനങ്ങളും. അതേപോലെ തന്നെ സോനൊക്കെ നേരെ ബാക്കിൽ സീറ്റിലേക്ക് ആയിട്ട് 3 പേര്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് മൊത്തം 7-8 പേർക്കൊക്കെ ഇരിക്കാം. അവരേറ്റവും ബാക്കിൽ നേരെ ഇങ്ങനെ തിരിഞ്ഞിരിക്കുക. അയ്യാ ഒരു ഹായ് പറഞ്ഞേ. ഹായ് നോറാ. മെഴ്സിഡസിൻ്റെ സ്പ്രിൻറ്റർ എന്ന് പറയുന്ന വണ്ടിയാണ്. ഇതുണ്ട് ഫുൾ അടിപൊളി. നോക്കി സൈഡിൽ കാണുന്ന ഇത് കണ്ടോ, ഫുഡ് റെസ്റ്റൊക്കെ ഉണ്ടോ, വൺ സെറ്റപ്പ് ആട്ടോ. ഇതൊക്കെ ടൂറിസ്റ്റുകൾ വന്നേക്കണം കേട്ടോ. അടിപൊളി ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബാക്ക് എഞ്ചിനാ സെറ്റപ്പ് ബസ്സാ. ബസ് ശരിക്കും തിരിച്ചിടുക കേട്ടോ. ഇതേ ടൈപ്പ് ബസ്സാണ് ഏറ്റവും കൂടുതലുണ്ട്. ഇത് വരുന്നൊക്കെ ഇതേ മോഡൽ ബസ്സുകളാണ്. ഇത് ശരിക്കും പറയുന്നത് സ്ഥലം എന്താ പറഞ്ഞത്? ഗോപുസ്ഥാൻ അല്ലേ. ഇതുണ്ട് ഗോപുസ്ഥാനിൽ നമ്മൾ വന്നിരിക്കുക കേട്ടോ. അവിടെ സംബന്ധിച്ചാൽ അവിടെ ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ മ്യൂസിയത്തിലേക്ക് കയറണം. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ഇപ്പോൾ ഡ്രൈവർ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് പുള്ളി അങ്ങനെ പോയിട്ടുണ്ട്. സ്ഥലം കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല തണുപ്പ് കാറ്റുള്ളതുകൊണ്ട് വേറെ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതേപോലെ ഒരേ ഹട്ട് പോലെ ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് അവർ. റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് കേട്ടോ. 0.4 എന്ന് പറയുമ്പോൾ ഒരു 10 രൂപയൊക്കെ വരുള്ളൂ. ഇതുണ്ടോ, ഇതാണ്ടോ നമ്മുടെ എൻട്രൻസ്. അതേപോലെ തന്നെ ഇതുണ്ടോ ഇവിടെയൊക്കെ ഭയങ്കര ഫോട്ടോ എടുക്കലാട്ടോ എല്ലാവരും. ഇവിടെ പിന്നെ മിക്ക സ്ഥലങ്ങളിലും വീഡിയോ ഒക്കെ അലൗഡ് കേട്ടോ. ഫോട്ടോഗ്രാഫി വീഡിയോസ് എല്ലാം അലൗഡാണ്. നമ്മളിവിടെയൊക്കെ ഇങ്ങനെ ഓരോരോ ഇതൊക്കെ ഈ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉള്ളു. ഇവിടെ ഒന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. നേരെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാം. സ്റ്റെപ്പ് വഴി നേരെ അകത്ത് കയറി നോക്കാം. സംഭവം എന്നറിയില്ല. നമുക്ക് കേട്ടോ. ഏതാ എൻട്രൻസ്? ഇതാണോ? ഇതാണ് നമ്മൾ നേരെ കയറുന്ന എൻട്രൻസ് കേട്ടോ. സ്വരം ടിക്കറ്റ് ഒന്നും വാങ്ങിച്ചില്ലല്ലോ. ഇതൊരു എൻട്രി കേട്ടോ. മ്യൂസിയത്തിൻ്റെ അകത്തേക്കുള്ള എൻട്രിയാണ്. നേരെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കുറെ ഐറ്റംസ് ഒക്കെ റെഡിയാക്കിയാണ്. അത് നോക്കിയാൽ നമുക്ക് എന്താണെന്ന് അറിയില്ല. പക്ഷെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഒരു വെജും അതേപോലെ ഒരു ബീഫുമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കേട്ടോ ഇതിങ്ങനെയൊക്കെ ചെയ്യുന്ന സംഭവം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് കഴിച്ച ആ ഫുഡ് കണ്ടോ. ആ ഫുഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് നാട്ടിലെ 1350 എന്ന് വെച്ച് കഴിഞ്ഞാൽ 27 മന്നാത്തായി അല്ലേ സാധനം. 27 അല്ലേ? 27 അല്ലേ? 27 മന്നാത്തായി. അപ്പോൾ നമ്മളത് കൊടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് നമുക്ക് പോകാം അല്ലേ? ഡ്രൈവർ ചായ കുടിക്കുക. ഓക്കെ.
നമ്മൾ കണ്ട ഖുബുസ്ഥാൻ എന്ന് പറയുന്ന ശരിക്കുള്ള സ്ഥലം എത്തിയിരിക്കുക കേട്ടോ. ചില ഒരുപാട് പർവ്വത മലകൾ ഇതുണ്ടോ, ഭയങ്കരമായിട്ടുള്ള ഇതുണ്ടോ, വലിയ മലകളും സംഭവങ്ങളുള്ള സ്ഥലമാണ്. അപ്പം നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് നടക്കാം. എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല, എന്തായാലും പോയി നോക്കട്ടെ. അവിടെ പോയിട്ട് ഇതിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കുന്നതാണ്. മെയിനായിട്ട് പോകുന്ന വഴികളിലുള്ള കാഴ്ചകളും കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നണത്. ഞാൻ നടന്നു പോകാൻ പറഞ്ഞു, ടിക്കറ്റൊക്കെ അവർ വാങ്ങിച്ചു. ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒന്നാമത് ഇവിടെ നടക്കാനുണ്ട് കേട്ടോ, കുറേ നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചെറിയ രീതിയിലുള്ള ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചോടുണ്ടോ. നേരെ അടുത്തത് വലിയൊരു ഇടുക്കിലൂടെ നേരെ അകത്തേക്ക് കിടക്കാനുള്ള പരിപാടിയുണ്ട്. ഭയങ്കര തിരക്കാ, ഫുള്ള് ഭയങ്കര തിരക്കാ. ഇതൊക്കെ ഫുള്ള് തിരക്കാട്ടോ. ഇതൊക്കെ ഓരോ കാര്യങ്ങൾ ഒരാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവരുടെ കൂടെയുള്ള ഗൈഡാട്ടോ. ഇതെന്തോ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇത് പണ്ടത്തെ ആൾക്കാരൊക്കെ താമസിച്ചിരുന്നൊരു കേവാട്ടോ. നമ്മൾ മറ്റേ ഇവിടെയൊക്കെ പറയില്ലേ, നമ്മൾ ഗുണ കേവ് എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു കേവാണ്. മൊത്തം ഇതുണ്ടോ കല്ലുകൾ കൊണ്ട് ഇതായിരിക്കുന്നതിൻ്റെ ഓരോരോ ഇടയിലേക്കാണ് ഇവരെല്ലാവരും താമസിച്ചിരുന്നത് പണ്ടൊക്കെ ആൾക്കാർ. ഇതുണ്ടോ നമ്മൾ നേരെ തിരിച്ചിട്ടോ, അവിടെ നിന്ന് നേരെ മേളിലൊക്കെ പോയി കറങ്ങി നേരെ തിരിഞ്ഞ് നടന്നു പോവാണ്. അപ്പോൾ നേരത്തെ ആഗ്രഹമൊക്കെ ഉണ്ട്, അവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. നമ്മൾ നേരെ അങ്ങോട്ട് പോകണുണ്ടോ. എന്താ സാധനം അത്? അവരുണ്ടായിരിക്കണായിരിക്കുള്ളൂ അല്ലേ. വെള്ളം കിടക്കണ്ടല്ലോ അല്ലേ. ഇതൊക്കെ വെള്ളം ഇതിൻ്റെ അകത്തുണ്ട്. അവിടെ പോകാം അല്ലേ. ഇതുണ്ടോ ഈ സ്റ്റെപ്പ് വഴി ഇറങ്ങിയിട്ട് വേണം നമുക്ക് നേരെ. ഡ്രസ്സ് നോക്കട്ടെ നോറ. സ്റ്റെപ്പ് വഴി ഇറങ്ങിയിട്ട് വേണം നമുക്ക് നേരെ മേളിലേക്ക് ഇറങ്ങാനായിട്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അതേപോലെ തന്നെ ഇതുണ്ടോ, നമുക്ക് നേരെ മേളിൽ കയറണ്ടേ സോനം? ഏതാ വാഷ്റൂം ഉണ്ടോ? ഓക്കെ, താഴെയാണ് സോനം, താഴെ പോണം. താഴെയാണ് വാഷ്റൂം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സംഭവമുണ്ട്. സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ക്ലീനാണ്. ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ബിൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല പക്ക കറക്റ്റായിട്ട് എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വെക്കൽ മാത്രമല്ല, അതെല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി. അതാണ് ഏറ്റവും വലിയൊരു ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പേപ്പർ കഷ്ണം പോലും കാണാനില്ല എവിടെ. ഇതാട്ടോ നമ്മളിപ്പോൾ നേരെ പോകാനുള്ള കാർ ഇതാണ്. ഇതെവിടെ സ്ഥലം നമ്മൾ പോകുന്നത്? മഡ് വോൾക്കാനോ പോകുന്നത്. ഇതേ ടൈപ്പ് വണ്ടിയിലാണ് ഇവിടെ കൂടുതലും. ഇതേ ടൈപ്പ് വണ്ടികളാണ്. നമുക്ക് എന്തായാലും നോക്കാം, ട്രൈ ചെയ്യാം. ഓ സോറി, റൈറ്റ് സൈഡ്. ഓക്കെ സോറി. ഓക്കെ, നമ്മൾ പെട്ടെന്ന് ഇന്ത്യയിലേക്കൊന്ന് പോയി അതാ പറ്റിയത്. അതിപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ വന്നിട്ട് ഡ്രൈവർ സീറ്റിൽ കയറാൻ നോക്കിട്ടോ. കാരണം നമ്മുടെ സൈഡ് റൈറ്റ് സൈഡാണല്ലോ, അതാ പറ്റിയത്. അപ്പോൾ നമ്മൾ നേരെ എന്തായാലും ഈ കാറിൽ പോകപ്പെടുന്നുണ്ട് നമ്മുടെ ഡ്രൈവർ. ഓക്കെ, നേരെ പോകാനുള്ള പരിപാടിയാണ്. ഭയങ്കര സ്പീഡാട്ടോ ഇവര്, ഭയങ്കര സ്പീഡാ ഇവര്. ഇതുണ്ടോ ഞാൻ കാറിലിരുന്ന് ചാടണം നോക്കിയേ. അയ്യോ നോറ, ഓ ഓ സോന ഇവിടെ നോക്ക്. ഓക്കെ, ചെറിയൊരു ബ്ലോക്ക് ആയിട്ടോ. കാരണം ഫ്രണ്ടിൽ അതൊരു കാർ എന്തോ കംപ്ലൈന്റ് ആയതാ. റെഡി ആയി ഭയങ്കര ചെലവിച്ച് പുതിയ ടൈപ്പ് പോലത്തെ നമ്മുടെ പണ്ടത്തെ പ്രീമിയം പത്മിനി പോലത്തെ കാറാണ്. ഇറങ്ങി വന്നപ്പെട്ടേ ഇതുണ്ടോ ഫ്രണ്ടിൽ പോകുന്ന കാറുകൾ കുറേ പോകുന്നുണ്ട് കേട്ടോ. നമുക്കത് കാണാൻ പോലും പറ്റുന്നില്ല. കാരണം എന്താ അറിയാം, നോക്കിയേ പൊടിയുണ്ട്. ഒരു വണ്ടികളിൽ തന്നെ പോകണം, ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതുണ്ടോ ഇതൊക്കെ ഒരു ഭയങ്കര സ്പീഡിൽ എടുക്കണേ. കുഴി കൂടിയൊക്കെ നോക്കി ഇതിലേക്ക് എടുക്കണം. നോക്കി ഇത് ഏതിലേക്ക് പോണെന്ന് അവർക്ക് തന്നെ അറിയില്ല. നോക്കി ഇതുണ്ടോ, ഇതുണ്ടോ എല്ലാവരും ചാടി പരിപാടി ഇത് ചാടിക്കൊണ്ടിരിക്കുക കേട്ടോ. ചാടണ്ട ഇതാട്ടോ ശരിക്കും പറഞ്ഞാൽ മഡ് വോൾക്കാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ ഇതേപോലെ ഇത്രയും വലിയ ഹൈറ്റിൽ ഇതേപോലെ ഇങ്ങനെ ചെളി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചെളി എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇതുണ്ടോ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇതുണ്ടോ ഇതാണ് ഇവിടുത്തെ മെയിൻ. അത് മേളിൽ ഇങ്ങനെ അത്
നേരെ ഇങ്ങനെ ചെളിയായിട്ട് ചെളി രൂപത്തിൽ ഇങ്ങനെ ഇതുണ്ടോ, ഇതൊക്കെ അങ്ങനെ നടക്കുന്ന സ്ഥലം കേട്ടോ. ഇതുണ്ടോ, ഇതിങ്ങനെ 24 hours ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഒന്ന് ഗൂഗിളിൽ നോക്കി എന്താ സംഭവം. തൊടാൻ പാടില്ല, ചെളിയാണ് സോനം. ആ മഡാണത്. ആര് പറഞ്ഞു? മുഖത്തൊന്നും ഇടണ്ട. മുഖത്തൊക്കെ ഇട്ട് കഴിഞ്ഞാലേ തൊടാണ്ട. തൊടാനായിട്ട് കഴുകാനായിട്ട് വെള്ളമില്ലല്ലോ. പിന്നെ വന്നോണ്ടിരിക്കണ നോക്കിയത് ഇതുണ്ടോ. മെയിനായിട്ട് എന്താ വെച്ചാൽ അറിയോ, മെയിനായിട്ട് സംഭവം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴുള്ള ആ ഒരു ഡ്രൈവ് ഇല്ലേ, അത് ഭയങ്കര അല്ല സോനം, അത് ഭയങ്കര കേട്ടോ. കാരണം ലാറയെന്ന് പറഞ്ഞ ആ ഒരു കാറിലുള്ള ഒരു യാത്ര അത് ഭയങ്കരമാണ്. കാരണം ഉള്ള കുഴികളിയും അത് ഇവിടെയൊക്കെ നല്ല സ്പീഡിൽ പോയിട്ട് പോലും വലിയ ചാട്ടോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയുടെ സസ്പെൻഷൻ്റെ ഒന്നും എന്തോ സുഖമെന്ന് പറയാൻ യാത്ര ചെയ്യാനായിട്ട്. വണ്ടിയുടെ അകത്ത് വലിയ 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 കുഴികളിൽ കൂടിയൊക്കെ അവർ വരണുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് പ്രത്യേകിച്ച് ഒരു ഭയങ്കര ചാട്ടമൊന്നും ഏതാ ഉണ്ട് കേട്ടോ. ഓ അത് പോയാ ചവിട്ടണ്ട കേട്ടോ. വന്നാ പോരെ പോരെ. ഓക്കെ. അപ്പോൾ ഇതുണ്ടോ, ഇതാണ് നമ്മൾ വന്ന കാർ കേട്ടോ. ഇതാണ് നമ്മുടെ കാറ്. കാറിന്റെ ഡോറൊക്കെ പറയുന്ന പോലെ ചിലപ്പോൾ തുറന്നൊക്കെ പോകും. ടാക്സി ഇല്ലാടാ. ഇതാണ് മറ്റേ ഇറ ട്രാവൽസിന്റെ ഓഫീസ് കേട്ടോ. നല്ല അടിപൊളി ഓഫീസ് കേട്ടോ. ഓഫീസൊന്നും പറയാനില്ല, പക്ക സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നത് വളരെ സ്റ്റാൻഡേർഡായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം വെച്ചാൽ നമുക്ക് ഇപ്പോൾ റൂമാണെങ്കിലും അല്ലെങ്കിൽ തന്നെ എല്ലാവിധ കാര്യങ്ങളും അവർ വളരെ കറക്റ്റായിട്ട് ചെയ്തു തന്നുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, വളരെ ഡീസൻ്റാണ്. അത് മാത്രമല്ല ഇതുണ്ടോ, ഒരു ഓഫീസിൻ്റെ ഉള്ളവശോട്ടേക്ക് കാണുന്നത് ഫുള്ളായിട്ട് നല്ല എല്ലാവരും നല്ല സ്റ്റാഫാണെങ്കിലും എല്ലാം നല്ല പെരുമാറ്റവും കാര്യങ്ങളൊക്കെയാണ്. അത് ഞങ്ങൾ നേരെ വന്നിരിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളതിൽ ഇറ ട്രാവൽ എന്ന് പറയുന്ന അവരാണ് നമുക്ക് ഇവിടുത്തെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന് അവരുടെ സ്റ്റാഫും എല്ലായിട്ടായിരിക്കുന്ന എല്ലാവരും സ്റ്റാഫൊക്കെയാണ്. ഒരുപാട് പേരുണ്ട് ഓഫീസിൽ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇവർക്ക് ശരിക്കും പറയുമ്പോൾ ഇന്ത്യയിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ദുബായ് അതേപോലെ അബുദാബി എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവരെ ഏൽപ്പിക്കാം. കാരണം വേറെ ഒരു കുഴപ്പമില്ല. നല്ല സർവീസ് എന്ന് പറഞ്ഞാൽ പക്കാ സർവീസാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കേക്കും കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ കുറേ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കറങ്ങി. അങ്ങനെ നേരെ അവർ ഓഫീസിൽ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് ഓഫീസിൽ വന്നു. നൂറാൻ പറഞ്ഞു എന്തായാലും ഓഫീസിൽ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓഫീസിൽ വന്നു. അപ്പോൾ എല്ലാവരും പരിചയപ്പെട്ടു. വളരെ സന്തോഷം. കാരണം വെച്ചാൽ വളരെ ഭംഗിയായിട്ട് വരും അല്ലേ സോന, എന്താ പറയാനുള്ളത്? ആക്ച്വലി നല്ല സർവീസാണ് ഇവിടെ. എൻ്റെ അങ്കിള് ഷെയ്ൻ തിരൂരിലുള്ള അങ്കിള് ആക്കി തന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഈ ഇറ ട്രാവൽസ് ആയിട്ട് കണക്ട് ചെയ്തത്. നല്ല സർവീസാണ്. എസ്പെഷ്യലി ഡ്രൈവർ നൂർലാൻ നല്ല ഡ്രൈവറാണ്. നല്ല എല്ലാം നമ്മൾ ഇപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർ വേഗം വേഗം സോർട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. I am Sahar from Era Travel. We have a very big and very good service. We can help you by Azerbaijan, Turkey, Georgia, Kazakhstan, Russia. For these countries, we can give you best service. If you wanna trip with us, you can contact with this family and they will help you about contact with us. Thank you so much. This is so big honor for meeting like your pupils. Thank you so much. That's all. Nice meeting you all. ഓക്കെ. ഇതുണ്ടോ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യണം കേട്ടോ. കേക്ക് ഞങ്ങളെ കൊണ്ട് കട്ടിച്ചില്ല, പുള്ളിക്കാരി തന്നെ കട്ട് ചെയ്തു. ഓക്കെ. ഇതുണ്ടോ നമുക്ക് കേക്കെല്ലാം തന്നിട്ടോ. എല്ലാവരും കേക്ക് കഴിക്കണേണ്. ജസ്റ്റ് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇവരെല്ലാവരും പരിചയപ്പെട്ടു. കേക്ക് എന്ന് പറയുമ്പോൾ ഹൈനോറ് ഓടി വന്നു. ഇതുണ്ടോ അപ്പോൾ ഞങ്ങൾ നേരെ ഇപ്പോൾ ബാക്കു ഓൾഡ് സിറ്റിയാണോ സോനത്? ഇതെന്താ സംഭവം, ബാക്കു ആണോ അല്ലേ? ബാക്കു ഓൾഡ് സിറ്റിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. ആ ഇതുണ്ടോ, 2 പേർക്കും എവിടെയെങ്കിലും പൂച്ചേനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ വന്നവർ ആ പൂച്ചേനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. കാരണം ഇവിടുത്തെ പൂച്ചകളൊക്കെ ഉണ്ടായി. പൂച്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കും. അയാൾക്ക് ഇഷ്ടപ്പെട്ടാ? എന്നാൽ അതിനെടുത്ത് വന്നാൽ നമുക്ക് കൊണ്ടുപോവാ. വെറുതെ ഞാൻ കടിക്കുമത്. വേണ്ട വാ പോവാ. ഓക്കെ. റോഡ് ക്രോസ് ചെയ്യണം കേട്ടോ. നോക്കിക്ക് വാ. ഓക്കെ ബായ്. കണ്ട ഇപ്പൊ പിടിച്ച സോന ഇപ്പൊ ചെറുതായിട്ട് മാന്ത് കൊടുത്തേനെ. ഇത് ഇവിടെയൊക്കെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീബ്ര ലൈൻ ഉണ്ട്. സീബ്ര ലൈനിൽ കറക്റ്റായിട്ട് നമ്മൾ കടന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അത് നമുക്ക് കറക്റ്റായിട്ട് വണ്ടി നിർത്തി തരും, ഒരു വിഷയമില്ല. അതുകൊണ്ട് ഇതേപോലത്തെ ഒരുപാട് ബോൾട്ട് അതുപോലെ ആപ്പർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമ്പനികളുടെ, ജെറ്റ് എന്നൊക്കെ പറഞ്ഞ കുറേ കമ്പനികളുടെയാണ്. അപ്പോൾ നമ്മൾ നോക്കി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈക്കിളോ അല്ലെങ്കിൽ ആ സംഭവമൊക്കെ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ
ബോൾട്ട് ആപ്പ് നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പേയ്മെന്റ് ചെയ്യാനുള്ള മോഡ് വലിയ പാടാ നമുക്ക്. നമുക്ക് നേരെ ഇവിടത്തെ കാർഡ് യൂസ് ചെയ്ത് നമ്മള് ആണോ? ഇവിടത്തെ കാർഡ് ഇവിടത്തെ കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. നമ്മുടെ അടുത്തില്ലല്ലോ. ദേ ആ പൂച്ചേനെ കാണല്ലോ കേട്ടോ. ദേ 3 പൂച്ചകള്. അടിപൊളി. പണിയായി. പൂച്ചേ കിടക്കണമൊക്കെ വെയിലുണ്ട്. അതിനെ തുടരട്ടെ നോറ. ചില ഇഷ്ടപ്പെടൂല. വേണ്ട 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 വേണ്ട. ദൂക്കി കിടക്കണോക്കിയേ. നല്ല ഉറക്കോട്ടെ. നല്ല വെയിലൊക്കെ കൊണ്ട് കിടക്കുക. പക്ഷെ നല്ല തണുപ്പാണ്. ഏതാണേ. അപ്പോൾ നമ്മൾ നേരെ ഓൾഡ് സിറ്റിയിലേക്ക് നേരെ കയറിക്കൊണ്ടിരിക്കട്ടെ. നേരെ ഓൾഡ് സിറ്റിയിലേക്ക് വന്നപ്പോൾ കണ്ടോ നല്ല രസമാട്ടാ. അടിപൊളി സ്ഥലം. ഇതേ തൂക്കി സെറ്റപ്പ് സാധനതേ. ഈ ക്യാപ്പ് ഉണ്ട് കേട്ടോ. ക്യാപ്പിൻ്റെ റേറ്റ് നോക്കിയിട്ട് എത്രയാണ്. ഇതെല്ലാവരും ക്യാപ്പൊക്കെ വെച്ചേക്കണുണ്ടോ? വേണമെങ്കിൽ ക്യാപ്പ് വാങ്ങിക്കാം നമുക്ക്. അപ്പോൾ ഇതുണ്ടോ ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു സ്റ്റൈലായിട്ടാ. കാരണം വേറെ ഒന്നുമല്ല, അസർബൈജാനിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റൈലാകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് തന്നെ നടക്കാൻ പോണത്. നിങ്ങളൊന്നും വിചാരിക്കരുത് അല്ലേ. ഏത് സ്റ്റൈല് സംഭവിച്ചത്? 2 എണ്ണം തലയിൽ വെച്ചിട്ട് വീഡിയോ എടുക്കണേന് 1 മനാത്ത് അല്ലേ? 1 മനാത്തിന് 50 രൂപ കേട്ടാ. ഇനിയിപ്പോൾ ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ 40 മനാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ 2000 രൂപ. അത് വേണ്ട നമുക്ക്. ഓക്കെ. ഇതുണ്ടോ? ഇതൊരു അടിപൊളി സ്ട്രീറ്റ് ആട്ടോ. എന്നുവെച്ചാൽ ഓൾഡ് സ്പേസ് ആണത്. എന്നുവെച്ചാൽ ഓൾഡ് ബാക്കുവിൻ്റെ ഓൾഡ് സിറ്റി എന്ന് പറയും. അപ്പോൾ ഓൾഡ് സിറ്റിയാണ്. പക്ഷെ ഓൾഡ് സിറ്റി കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. ന്യൂ സിറ്റി മാറിക്കും. ഇതുണ്ടോ സൈഡിലൊക്കെ ഒരുപാട് റെസ്റ്റോറൻറ്റും അതേപോലെ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ? ഇതാണ് ഒരു ഓൾഡ് സിറ്റി. ഓൾഡ് സിറ്റി എന്ന് പറയുമ്പോൾ കണ്ടോ അവിടുത്തെ ഓരോ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളൊക്കെ കേട്ടോ. ഇതൊക്കെ അവരുടെ ഓരോ ആൻറ്റിക് ഐറ്റംസുകളൊക്കെയാണ് ഇതെല്ലാം. അതേപോലെ തന്നെ ഇതുണ്ടോ നല്ല അടിപൊളി നല്ല രസമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ഇതൊക്കെ അടിപൊളി ഐറ്റംസാണ്. ഇതുണ്ട്. ഇത് അസർബൈജാനി സ്വീറ്റ്സാണ്. ഇതുണ്ടോ ഭയങ്കര സെറ്റപ്പാട്ടോ. ടർക്കിഷ് ടൈപ്പുള്ള സ്വീറ്റ്സാണ്. ഇതെല്ലാം വാങ്ങിക്കാൻ പറഞ്ഞ അല്ലേ. കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. ഒരുപാട് നല്ല നല്ല ഐറ്റംസുകളൊക്കെ ഉണ്ട്. യൂറോപ്യൻ കൾച്ചറാട്ടോ ഇവിടെ. ഇതൊക്കെ ക്ലീൻ എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ നമ്മുടെ ഓൾഡ് സിറ്റിയിൽ ഏതാണ് സ്ഥലം? ഏതാ? ഷിർവാൻഷാ പാലസ് കോംപ്ലക്സ്. അതവിടെ കാണുന്നത്. ഇതുണ്ടോ ഇതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ നടന്നൊരു പരിപാടി ആണല്ലേ. ഓക്കെ. അതെല്ലാം ഞങ്ങൾ കണ്ടിട്ടോ. അപ്പം എന്തായാലും ഇനിയിപ്പോൾ നേരെ നമുക്ക് ഓൾഡ് സിറ്റിയിൽ നിന്നും എങ്ങോട്ട് പോകണം? ഹൈദരാബാദായിട്ട് മാച്ചിങ് ആയിട്ട് തോന്നുന്നു. ഹൈദരാബാദിലുള്ള പാലസ് ഇല്ലേ, അവിടെ നമ്മൾ ഈ മീന ബസാർ പോലത്തെ ബസാർസ് ഓക്കെ കുറേയൊക്കെ ഹൈദരാബാദി സാധനങ്ങൾ. അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ടിക്കറ്റിന് ഒരാൾക്ക് നമ്മളോടൊക്കെ 750 കേട്ടോ. 1500 രൂപ 2 പേർക്ക് കേട്ടോ. ഹയക്ക് വേണ്ടി വന്നില്ല. നോർക്കും സോനത്തിനും എടുക്കുന്നു. ഞാൻ കയറിയില്ല, ഞാൻ പുറത്തിരുന്നു. പൊളിയെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല കേട്ടോ. നല്ല അതിമനോഹരമായ സ്ഥലമാണ് കേട്ടോ. ഒന്നും പറയാനില്ല. ഏതാ? എവിടെ? ഓക്കെ. ഇതുണ്ടോ? ഇവിടെ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണണ്ടേ ഫ്ലൈം ടവേഴ്സ്. സൂം ചെയ്ത് കാണിക്കുന്നുണ്ടോ? ഇതാണ് ഫ്ലൈം ടവേഴ്സ്. ഫ്ലൈം ടവേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ സംഭവം എന്ന് പറയുക. ഇത് ഒരു ഹോട്ടലാട്ടോ. ഇവിടുത്തെ ഒരു ഹോട്ടലാണ്. വെരി 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 എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടലാട്ടോ. അതേപോലെ തന്നെ നേരെ നമ്മൾ പോകണം, നടന്നു പോകണം. ഇതൊക്കെ ഒരു സ്ട്രീറ്റ് പോലെ കേട്ടോ. വൈകിട്ട് സമയങ്ങളിലൊക്കെ ഇതേപോലെ ആൾക്കാരും ടൂറിസ്റ്റുകളും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതുണ്ടോ രസമായ സ്ഥലമാണ്. ഇതുണ്ടോ അതെ. പിന്നെയും അവർ പൂച്ചേനെ കളറ് പ്രത്യേക ഒരു വെറൈറ്റി കളർ കേട്ടോ. അത് എവിടെ? സ്റ്റാച്ചു ഇല്ലേ? അതെ അതെ അതെ. അനങ്ങാതെ ഇരിക്കുക. ഇതുണ്ടോ ലാൻഡ് റോവർ കിടക്കണുണ്ടോ? എന്താ മോനെ എൻ്റെ ലുക്ക്. ഇതുണ്ടോ? ഇതൊക്കെ നമ്മുടെ ഫ്ലെയിം ടവേഴ്സിൻ്റെ രാത്രിയുള്ള ഇതായിട്ടൊക്കെ കാണുന്നത്. ലൈറ്റ് ഉണ്ടോ? അവരുടെ ഫ്ലാഗാണ്. അവരുടെ ഫ്ലാഗ് ഇങ്ങനെ പറക്കുന്ന സീന. ഫുൾ ലൈറ്റ് ആട്ടോ. അത് ഭയങ്കര ഹൈറ്റാ. ഇത് രസം നോക്കിയാൽ കാണാനായിട്ട്. ഇത് നോക്കി. ഇതാണ് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ? അടിപൊളിയാട്ടോ. പറയാനല്ല. ഫുൾ ലൈറ്റ്
ഫുൾ LED ലൈറ്റാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് സംഭവത്തിൽ ഈ സ്ഥലം ഓൾഡ് സിറ്റിയാണ്, നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ ഓൾഡ് സിറ്റിയാണ്, ഇനിയിപ്പോൾ നമ്മൾ മോഡേൺ സിറ്റിയിലേക്ക് പോകണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, അത് ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.